ഹായ് ഗൈസ്, അപ്പോൾ ലാസ്റ്റ് വ്ളോഗ് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ബർത്ത്ഡേ വ്ളോഗായിരുന്നു വാവച്ചിയുടെ. ബർത്ത്ഡേ കഴിഞ്ഞപ്പോഴത്തേക്കും വാവച്ചിക്ക് കുറച്ച് സങ്കടമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് വാവച്ചിക്ക് കുത്തിവയ്പ്പാണ്. 5ാമത്തെ വയസ്സിൽ കുത്തിവയ്പ്പുണ്ടല്ലോ. അപ്പോൾ വാവച്ചിന് നമ്മൾ കുത്തിവയ്പ്പ് എടുക്കാൻ കൊണ്ടുപോകാണ് കേട്ടോ. ഇപ്പോഴത്തെ റിയാക്ഷൻ ഇങ്ങനെയാണ്. വാവച്ചി മുഖം കാണിക്കുന്നില്ല. വാവച്ചിക്ക് നാണമാണ്. വാവച്ചി ഹാപ്പിയാണോ മുത്തേ കുത്തിവയ്പ്പ് എടുക്കാൻ പോകുന്ന നേരത്ത്? എങ്ങനെയുണ്ട് പറയേ? കൊള്ളൂല്ലേ? എക്സൈറ്റഡ് ആണോ കുത്തിവെക്കാൻ? ഹോസ്പിറ്റലിൽ എത്തി കുത്തിവെക്കാൻ പോവാണ്. വാവച്ചിയുടെ കുത്തിവെപ്പൊക്കെ കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു വാവച്ചി? വേദന എടുത്താ? പക്ഷെ കൊച്ചു കരഞ്ഞില്ലല്ലോ, അമ്മ പറഞ്ഞ പോലെ ആയിരുന്നു അല്ലേ? കൈ എങ്ങനെ പിടിച്ചേ? എങ്ങനെ പിടിച്ചു? മുറുക്കി പിടിച്ചോ? കൊച്ചു ഉള്ളിക്കരിഞ്ഞാ? അത് കുഴപ്പമില്ല കേട്ടോ. ബോൾഡായിട്ട് എന്തായാലും പോവാൻ വീട്ടില്. ഇത് സ്കൂളാണ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. കുത്തിവയ്പ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. വാവച്ചിക്ക് കുത്തിവയ്പ്പിന് ശേഷം ഒരു മിഠായി വേണമെന്ന് പറഞ്ഞ് നമ്മൾ മിഠായിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് സോപ്പ് ഇട്ടിട്ടുണ്ട് അല്ലേ? സോപ്പിടേണ്ട ആവശ്യമൊന്നും ഇല്ല. വാവച്ചി കരഞ്ഞൊന്നുമില്ല. എങ്ങനെയുണ്ട് കുത്തിവെച്ചപ്പോൾ? വേദന ഉണ്ടായിരുന്നോ? എൻ്റെ കൊച്ചെന്താ കരയാതിരുന്നെന്ന് അമ്മ പറഞ്ഞു. എങ്ങനെ വയ്ക്കാൻ പറഞ്ഞിട്ട് കുറച്ച് കരഞ്ഞില്ല അല്ലേ? അമ്മ അങ്ങനെയായിരുന്നു ചെറുപ്പത്തില്. കുത്തി വയ്ക്കുമ്പോൾ അമ്മ ഇങ്ങനെ കൈ ഇങ്ങനെ മുറുക്കി പിടിക്കുമായിരുന്നു. അപ്പം അമ്മ കരയത്തില്ല. അതുകൊണ്ടൊന്നും വാവച്ചി കരഞ്ഞില്ല അല്ലേ? അപ്പോഴേ നമ്മൾ ഇനി കുത്തി വെച്ച് വീട്ടിൽ വന്നു. ഇനി വാവച്ചിക്ക് ചോറ് കൊടുത്തിട്ട് ഒരു മരുന്നുണ്ട്, ആ മരുന്ന് കഴിക്കണം അല്ലേ? ഗുളിക കഴിക്കണം. അതിന് വാവച്ചി റെസ്റ്റ് എടുക്കുമെന്ന് ഫുൾ ഡേ അല്ലേ? അപ്പോൾ നമുക്കിനി കൊച്ചിന് ഫുഡ് തരാം. വാവച്ചി, ഇപ്പോൾ വാവച്ചിക്ക് എന്താ ഫീൽ ചെയ്യുന്നത് കുത്തിവയ്പ്പ് ശേഷം? കൈ വേദന എടുക്കണ്ട? എവിടെ വേദന എടുക്കുന്നത്? ആണോ? പനിയൊന്നും ഇല്ലല്ലോ കൊച്ചിന്? മാറിക്കോളൂ കേട്ടോ. ഇപ്പോൾ വാവച്ചി കുത്തിവെച്ചതിന് ശേഷം റെസ്റ്റ് എടുക്കുവാണ്. കൈവേദന ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ? കൈ അനക്കാൻ പറ്റുന്നില്ല കൊച്ചിന്? അനക്കിക്കേ പതുക്കെ. അപ്പം അങ്ങനെ അനക്കണമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. ഡോക്ടറല്ല, നേഴ്സ് കേട്ടോ. കുറച്ച് റെസ്റ്റ് എടുക്കട്ടാ. ഉറങ്ങാൻ പോവാണോ? ഉറങ്ങുന്നില്ല? പിന്നെ ടി വി കാണാൻ പോയിരിക്കും. അപ്പോൾ പിന്നെ കാണാം. ഇന്നലെ വാവച്ചിയുടെ കുത്തിവയ്പ്പെല്ലാം കഴിഞ്ഞ് പനിയൊക്കെ ആയി കൈ അനക്കാൻ പറ്റാതിരിക്കുകയായിരുന്നു അല്ലേ വാവച്ചി? ഇപ്പം എങ്ങനെയുണ്ട് വാവച്ചിയുടെ കൈയൊക്കെ? കൈ കൊള്ളത്തില്ലേ? അനക്കാൻ പറ്റുണ്ടോ കൊച്ചിൻ്റെ കൈ? അനക്കുമ്പോൾ വേദന. ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കുമ്പോഴോ? വെറുതെ വെച്ചുമ്പോഴോ? ഇല്ല. പനിയായിരുന്നു വാവച്ചിക്ക് നല്ലപോലെ. ഇപ്പം ടാബ്ലറ്റൊക്കെ കൊടുത്തു. ഇപ്പം പനിയൊക്കെ കുറഞ്ഞു. ഇപ്പം കൈ വേദന ഇത്തിരി കുറവുണ്ടല്ലേ? ഇത്രയാണ് കുറഞ്ഞത്? അതോ ഫുള്ളായിട്ട് കുറഞ്ഞോ? ഇത്രയേ കുറഞ്ഞുള്ളൂ. പാവം വാവച്ചി. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാറായല്ലോ വാവച്ചി. എന്താ വാവച്ചിക്ക് സ്കൂൾ തുറക്കാൻ ഭയങ്കര ഇഷ്ടമാണോ അതോ ഇഷ്ടമല്ലേ? 3 ദിവസമേ ഉള്ളൂ. ഇഷ്ടമാണോ? ഇഷ്ടമാണോ സ്കൂളിൽ പോവാൻ? ഇല്ലേ? അതെന്ത്? ഓ മൈ ഗോഡ്. അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മയും കൂടെ വരാം സ്കൂളിൽ. എങ്ങനെയുണ്ടാവും? അമ്മ ആയാലോ സ്കൂൾ ടീച്ചർ? ആക്ച്വലി ക്ലാസ് ടീച്ചർ ആയാലോ? ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ഇയർ അമ്മ ക്ലാസ് ടീച്ചറായിട്ട് വരാട്ടാ. അപ്പോൾ സ്കൂളിൽ പോകാൻ മടി കാണിക്കുമോ? ഇല്ല. ഓ മമ്മേനെ മിസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ ക്ലാസ്സിൽ പോകാൻ മടി. നമ്മുടെ ഫോട്ടോ ഒന്നും ഇടാം. ഓക്കെ, നമുക്ക് നോക്കാട്ടാ. മഴ പെയ്യുന്നുണ്ടോ സംശയം? വെളിയിൽ മഴ പെയ്യാ? ഫോട്ടോ തന്നെ ഇട്ടിട്ട് ഫോട്ടോ തന്നെ ഇട്ടിട്ട് ഞാൻ നോക്കിയപ്പോൾ ഞാൻ കറങ്ങി. അതെ, വാവച്ചിക്ക് 2 പ്രാവശ്യം ഫോട്ടോ കൊടുത്തിട്ടു LKG പഠിക്കുമ്പോൾ. എന്നിട്ട് വാവച്ചി ഇടയ്ക്ക് ഫോട്ടോ എടുത്ത് നോക്കി കരഞ്ഞിട്ട് ടീച്ചർ വിളിച്ചു പറഞ്ഞു വാവച്ചി കരയുവന്ന്. അപ്പോൾ ഇപ്രാവശ്യം ഫോട്ടോ തരണ്ട കേട്ടാ. എനിക്ക് എൻ്റെ അമ്മ തിരിച്ചു. അത് കൊള്ളാം.
ടീച്ചറോടെ ടീച്ചർ. നമുക്ക് നോക്കാം. ശരി, അപ്പം ഇനി എന്താ പരിപാടി? കളിക്കാൻ എനിക്ക് വയ്യാത്തോണ്ട് ഞാൻ പോവാണ്. അപ്പോൾ ഞാൻ പിന്നെ കാണാം. എന്നിട്ട് ഞാൻ കളിക്കാൻ പോവാ. പിന്നെ കാണാം നമുക്ക്. ബൈ. ഇത്രയുള്ളൂ വീഡിയോ. ഞാൻ പോവാണ്. ബൈ.